കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ലോങ് വീഡിയോസിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു റോസ്റ്റാണ് ആദ്യം തന്നെ ഉണ്ടാക്കിയത് കൂന്തൽ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ബാക്കിയെടുത്ത് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അത് വെച്ച് പെട്ടെന്ന് തന്നെ ഒരു കൂന്തൽ വെച്ച് ഒരു തോരനും കൂടെ ഉണ്ടാക്കി. പ്രത്യേകം നോൺ സ്റ്റിക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇരുമ്പ് ചട്ടിയിൽ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചത്. നല്ലൊരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ലോണം കരിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല വലിയ കരിവേപ്പില ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് കുറച്ച് കാര്യമായിട്ട് തന്നെ കുക്കിംഗ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട്, കാരണം UAE നല്ല മഴയും കാറ്റും ഒക്കെ ആയത് കാരണം ആർക്കും ജോലിക്ക് പോകണ്ട. ഇത് ഞാൻ തേമൂന്ന് വാങ്ങിച്ചതാണ്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. അരി കഴുകാനും പരിപ്പ് പയർ എന്ത് വേണമെങ്കിലും നമുക്ക് കഴുകാം. നമുക്ക് നല്ലതായിട്ട് ഈസി ആയിട്ട് അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും ഫേവറേറ്റ് ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്രാവശ്യം രസം ഉണ്ടാക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്ന കായം, അത് നമ്മൾ സാധാരണ ഒറ്റ പീസിൻ്റെ കായമാണ് കിട്ടുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കായം കാണുന്നത്. ചെറിയ ചെറിയ പീസസ് ആയിട്ട്, അത് നല്ല ഈസിയാണ്. നമുക്ക് എപ്പോഴും പൊട്ടിച്ചെടുക്കേണ്ട, ആവശ്യമുള്ള പീസസ് ഇതിനകത്ത് ഇട്ടാൽ മതി. എത്ര കായ ഇട്ടാലും കായപ്പൊടി ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായപ്പൊടിയും കൂടെ കുറച്ച് ചേർത്ത് മല്ലിയിലയൊക്കെ ചേർത്ത് നല്ല വെട്ടിത്തളിച്ച് നല്ല രസത്തിൻ്റെ മണം വരുന്നുണ്ട്. ഇനി ഒരു തോരൻ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റിയതായിട്ട് എൻ്റെ കയ്യിൽ ചുമന്ന ചീരയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു തോരനും ഉണ്ടാക്കി. അങ്ങനെ ഇന്നത്തെ ലഞ്ച് നമ്മൾ നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്.